Use central limit theorem to establish the relationship between binomial distribution and normal distribution. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത് നോക്കാം. ലിൻബർഗ് ലെവി സെൻട്രൽ ലിമിറ്റ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് let sequence xn be a sequence of independent and identically distributed, that is IID random variables with expectation of xi is equal to mu and variance of xi is equal to sigma square, I is equal to 1, 2, 3 etc. and let Sn is equal to x1 plus x2 plus etc. plus xn. Then Sn will be normally distributed with mean n mu and variance n sigma square. That is standard deviation root n sigma. That is Sn will follow normal n mu comma root n sigma. ഇതാണ് സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത്. അതായത് സം ഓഫ് എ വെരി ലാർജ് നമ്പർ ഓഫ് IID റാൻഡം വേരിയബിൾസ് വിൽ ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതാണ് സെൻട്രൽ ലിമിറ്റ് തിയറത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ ആ പുതിയ റാൻഡം വേരിയബിൾ, ആ സം ഓഫ് ദി റാൻഡം വേരിയബിൾസിന് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് ആ റാൻഡം വേരിയബിളുകളുടെ മീനുകളുടെ സമ്മാണ്. അതാണ് എൻ മ്യൂ എന്ന് വന്നിരിക്കുന്നത്. ആൻഡ് അവരുടെ വേരിയൻസ് എന്ന് പറയുന്നത് ആ റാൻഡം വേരിയബിളുകളുടെ വേരിയൻസുകളുടെ സമ്മാണ്. അപ്പോൾ വേരിയൻസ് എൻ സിഗ്മ സ്ക്വയർ എന്ന് വരുന്നു. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് എൻ സിഗ്മ എന്ന് വന്നത്. ഇനി നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെൻട്രൽ ലിമിറ്റ് തിയറത്തിനെ നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സെറ്റ് ഓഫ് IID റാൻഡം വേരിയബിൾസ് വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ബെർണോളി ട്രയലാണ് നോക്കുന്നത്. കൺസിഡർ എ ബെർണോളി ട്രയൽ വിത്ത് ഔട്ട്കംസ് ക്ലാസിഫൈഡ് ആസ് സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ് വിത്ത് പ്രോബബിലിറ്റീസ് P ആൻഡ് Q റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഒരു ബെർണോളി ട്രയൽ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ സക്സസ്സും ഫെയിലിയർ എന്നുള്ള 2 ഔട്ട്കംസ് ഉള്ള ഒരു ബെർണോളി ട്രയൽ. അവിടെ നമ്മളൊരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ ith ട്രയൽ, അങ്ങനത്തെ ട്രയലുകൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയാണ്. അതിലുള്ള ith ട്രയലിൽ ഞാനൊരു റാൻഡം വേരിയബിൾ xi ഡിഫൈൻ ചെയ്യുകയാണ്. ഡിഫൈൻ ദ റാൻഡം വേരിയബിൾ xi വിച്ച് ഈസ് ഈക്വൽ ടു 1 ഇഫ് ദ ith ട്രയൽ ഇസ് എ സക്സസ് ആൻഡ് 0 ഇഫ് ദ ith ട്രയൽ ഇസ് എ ഫെയിലിയർ. അപ്പം ഈ ബെർണോളി ട്രയലിന് നമ്മൾ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ xi എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ അത് 2 വാല്യൂസാണ് എടുക്കുന്നത്, 1ഉം 0ഉം വിത്ത് പ്രോബബിലിറ്റി P ആൻഡ് Q എന്ന് പറയുന്നത് 1 - P ആണ്. ദെൻ xi ഇസ് എ പോയിൻറ്റ് ബൈനോമിയൽ റാൻഡം വേരിയബിൾ. അങ്ങനെയാണെന്ന് വെച്ചാൽ xi എന്താണെന്ന് പറയാം, പോയിൻറ്റ് ബൈനോമിയൽ റാൻഡം വേരിയബിൾ എന്ന് പറയും. ദറ്റ് ഈസ് xi ഫോളോസ് B 1, P. അതായത് ബൈനോമിയലിൽ എന്നിൻ്റെ സ്ഥാനത്ത് 1ഉം സക്സസ് Pയും വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിൻറ്റ് ബൈനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബെർണോളി ട്രയലത്തെ ഓരോ ഔട്ട്കമ്മുകളും xiകളെ നമ്മൾ ഡിഫൈൻ ചെയ്ത റാൻഡം വേരിയബിൾ xiകൾ നമുക്ക് എന്താണെന്ന് പറയാം, പോയിൻറ്റ് ബൈനോമിയൽ റാൻഡം വേരിയബിൾ ആണെന്ന് പറയാം. I is equal to 1, 2, 3 etc. അപ്പോൾ നമുക്കിപ്പോൾ പുതിയൊരു റാൻഡം വേരിയബിൾ കിട്ടി വിച്ച് ഇസ് എ പോയിൻറ്റ് ബൈനോമിയൽ റാൻഡം വേരിയബിൾ. ദെർഫോർ ഇറ്റ്സ് മീൻ മ്യൂ ഇസ് ഈക്വൽ ടു, മ്യൂ എന്ന് മീനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുക, ദാറ്റ് ഇസ് ഈക്വൽ ടു P. വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു PQ. കാരണം നോർമൽ ആണെങ്കിൽ മീൻ വിൽ ബി NP, വേരിയൻസ് വിൽ ബി NPQ. ഇപ്പോൾ പോയിൻറ്റ് ബൈനോമിയൽ ആണെന്ന് വെച്ചാൽ എന്നിൻ്റെ സ്ഥാനത്ത് 1 ആണ്, അതുകൊണ്ടാണ് മീൻ P എന്ന് എഴുതിയിരിക്കുന്നത്, വേരിയൻസ് വെറും PQ എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്തായിരിക്കും, റൂട്ട് ഓഫ് PQ. അപ്പോൾ നമ്മൾ അതിലിപ്പം ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഉണ്ട്, പോയിൻറ്റ് ബൈനോമിയൽ റാൻഡം വേരിയബിൾസ് ആണുള്ളത് വിത്ത് മീൻ മ്യൂ ഇസ് ഈക്വൽ ടു P ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് PQ. Now consider Sn that is equal to x1 plus x2 plus etc. plus xn. n ബെർണോളി റാൻഡം വേരിയബിൾസ് അല്ലെങ്കിൽ പോയിൻറ്റ് ബൈനോമിയൽ റാൻഡം വേരിയബിൾസിൻ്റെ സമ്മായിട്ട് ഞാൻ Snനെ ഡിഫൈൻ ചെയ്തു. അപ്പോൾ Sn എന്ന് പറഞ്ഞാൽ കുറേ പോയിൻറ്റ് ബൈനോമിയൽ റാൻഡം വേരിയബിളുകളുടെ സമ്മാണ്. അതുകൊണ്ട് തന്നെ അവരൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. Then Sn will follow binomial distribution with parameter n, P.
ബൈ ദി എഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമ്മൾ ഓരോന്നും B1, P ആണ്. അങ്ങനെ n റാൻഡം വേരിയബിൾസ് ഉണ്ട്. സോ Sn വിൽ ഫോളോ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമുക്ക് Sn എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ബൈനോമിയൽ റാൻഡം വേരിയബിളാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സെൻട്രൽ ലിമിറ്റ് തിയറം പ്രകാരം വെൻ n ബിക്കംസ് very large, that is n tends to infinity, by central limit theorem as n tends to infinity നമുക്ക് പറയാം Sn, the sum of the random variables, will follow a normal distribution with parameter n mu and root n sigma എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പറയാം Sn, അതുകൊണ്ട് Sn will follow a normal distribution with parameter np, root of npq എന്ന് പറയാം അല്ലേ. അപ്പം അതായത് നമുക്ക് ഒരു ബൈനോമിയൽ റാൻഡം വേരിയബിളിനെ നമുക്ക് എങ്ങോട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം? നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം വെൻ n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇങ്ങനെയാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്.